സംസ്ഥാനത്ത് മഴ തുടരുകയാണ്. കണ്ണൂർ, വയനാട്, പാലക്കാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. കാസർഗോഡ് ജില്ലയിൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ പുതുതായി ഒരു ന്യൂനമർദ്ദം കൂടി രൂപപ്പെടുന്നതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പലയിടത്തും വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും ഉണ്ടായേക്കാം. കോട്ടയം മുതൽ കോഴിക്കോട് വരെ ഓറഞ്ച് അലർട്ടാണ് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. ആദ്യം പാലക്കാട് നിന്ന് വിനേഷ് കുമാറാണ് ചേരുന്നത്. പാലക്കാട് ശക്തമായ മഴ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. പ്രത്യേകിച്ച് വലിയ യാത്രാ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സമയം കൂടിയാണ്. വിവരങ്ങളുമായി വിനേഷ് കുമാർ ചേരുന്നുണ്ട്. വിനേഷ്, 5 ജില്ലകളിൽ ആണ് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലൊന്ന് പാലക്കാടാണ്. പാലക്കാട് ഇപ്പോഴും മഴ തുടരുകയാണോ? എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, പാലക്കാട് ഇപ്പോഴും മഴ തുടരുകയാണ്. ഇന്നലെ രാത്രി തന്നെ ശക്തമായ മഴയുണ്ടായിരുന്നു. ഇന്ന് രാവിലെയും ഇപ്പോഴും മഴ തുടരുകയാണ്. അല്പസമയം മുമ്പ് ഒരു ശക്തമായ മഴ പെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർ ഇന്നലെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മലയോര മേഖലയിലേക്കുള്ള യാത്ര ഈ നിയന്ത്രണമുണ്ട്. വൈകുന്നേരം 6 മണിക്കും രാവിലെ 6-നും ഇടയിൽ പരമാവധി യാത്രകൾ, ഈ മലയോര മേഖലയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കാൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ പലയിടങ്ങളിലും മരങ്ങൾ പൊട്ടി വൈദ്യുതി ലൈനിലും മറ്റും വീണ് പലയിടത്തും കറണ്ട് ഇല്ലാത്ത ഒരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ഈ അട്ടപ്പാടി ഭാഗങ്ങളിലെല്ലാം തന്നെ ഇന്നലത്തെ ശക്തമായ മഴയിൽ മരങ്ങൾ കടപുഴകിയും അതുപോലെ തന്നെ കൊമ്പൊടിഞ്ഞു വീണും വൈദ്യുതി തടസ്സമുണ്ടായി. ഒപ്പം തന്നെ റോഡുകൾ പലയിടങ്ങളിലും ഗതാഗത തടസ്സമുണ്ടായി. റോഡുകളിലേക്ക് മരങ്ങൾ വീണതാണ് ഗതാഗത തടസ്സത്തിന് പ്രധാനമായ കാരണം. ഒപ്പം തന്നെ പട്ടാമ്പി ഷൊർണൂർ ഭാഗങ്ങളിലും ഇതുപോലെ തന്നെ ശക്തമായ മഴയെ തുടർന്ന് ഇവിടെ മരങ്ങൾ പൊട്ടി വീണ്ടിരുന്നു. ഇന്നലെ പട്ടാമ്പി MLA മുഹസിന്റെ നേതൃത്വത്തിൽ ഉൾപ്പെടെ ഇവിടെയുള്ള മരങ്ങളും മറ്റും വെട്ടിമാറ്റുന്ന ഒരു പ്രവൃത്തി ഇന്നലെ വൈകുന്നേരം തന്നെ നടന്നിരുന്നു. അതിനുശേഷവും ശക്തമായ മഴ തന്നെയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ഭാരതപ്പുഴ പൂർണ്ണമായും നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. പാലക്കാട് ജില്ലയിലെ ഭാരതപ്പുഴയും ഗായത്രിപ്പുഴയും കൽപ്പാത്തിപ്പുഴയും എല്ലാം തന്നെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിക്കൊണ്ട്, ചിറ്റൂർ പുഴയും എല്ലാം തന്നെ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്കറിയാം, കൂടുതൽ ഡാമുകളുള്ളൊരു പ്രദേശം കൂടിയാണ്. മലമ്പുഴയിലെ ഡാമുകൾ തുറക്കാൻ നിലവിലെ സാഹചര്യത്തിൽ വെള്ളത്തിൽ ആയിട്ടില്ല എന്ന് തന്നെയാണ് അധികൃതർ പറയുന്നത്. എന്നാൽ അതുപോലെ തന്നെ മറ്റുള്ള പോത്തുണ്ടി ഡാം ഉൾപ്പെടെ തുറക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തും. അത് സംബന്ധിച്ചുള്ളൊരു തീരുമാനം അല്പസമയത്തിനകം തന്നെ ഉണ്ടാവും എന്നാണ് ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിലാണ്. മിക്ക വീടുകളിലും താഴ്ന്ന പ്രദേശങ്ങളിലുള്ള വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ഒപ്പം തന്നെ അട്ടപ്പാടി അതുപോലെ തന്നെ നെല്ലിയാമ്പതി പോലുള്ള സ്ഥലങ്ങൾ ചുരങ്ങളാണ്. ഈ ചുരങ്ങളിലെല്ലാം തന്നെ റോഡുകൾ പലയിടങ്ങളിലും മരങ്ങൾ പൊട്ടി വീണും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. അത് ഇന്നലെ രാത്രിയിലും അത് റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ഒരു നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഒപ്പം തന്നെ പലയിടത്തും ഇപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നഗരത്തിൽ പോലും പലയിടങ്ങളിലും വൈദ്യുതി ഇല്ലാത്തൊരവസ്ഥയുണ്ട്. റോഡുകളിലെല്ലാം വെള്ളം കയറുകയും ഒപ്പം തന്നെ ഈ ഇലക്ട്രിക് പോസ്റ്റുകൾ തകർന്നു വീഴുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് പ്രധാന കാരണം മരങ്ങൾ ഈ പോസ്റ്റുകളുടെ മുകളിലേക്ക് വീഴുകയും അല്ലെങ്കിൽ ഇലക്ട്രിക് കമ്പിക്ക് മുകളിലേക്ക് വീഴുന്നയും ഒരു അവസ്ഥയുണ്ട്. ഇതേ തുടർന്ന് പല സ്ഥലങ്ങളിലും വൈദ്യുതി ഇല്ല എന്നുള്ളത് തന്നെ നമ്മൾ എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും കൂടുതൽ ദുരിതത്തിലേക്ക് തന്നെയാണ് പാലക്കാടും പോകുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലെ ജില്ലാ കലക്ടർ. ഒപ്പം തന്നെ ആളുകളോട് ചില പ്രത്യേക സ്ഥലങ്ങളിലേക്കുള്ള യാത്ര, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മലയോര മേഖലയിലേക്കും മറ്റും പരമാവധി യാത്രകൾ ഒഴിവാക്കുക, അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം യാത്ര ചെയ്താൽ മതി എന്നുള്ളൊരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. അഭിലാഷ്, പാലക്കാട് ജില്ലയിൽ ഇന്നും ശക്തമായ മഴ തന്നെയാണ് തുടരുന്നത്. അല്പസമയം മുമ്പ് അങ്ങനെ ഒരു മഴ അവസാനിച്ചതേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ പാലക്കാട് നിന്ന് വിനേഷ് കുമാർ റിപ്പോർട്ട് ചെയ്യുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നത് ഒരു തരത്തിൽ ആശ്വാസമാകുന്ന സാഹചര്യം കൂടിയാണ്. വെള്ളക്കെട്ടുകൾ ഇപ്പോഴും ഉണ്ട്. അതോടൊപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് എന്നുമാണ് പറയുന്നത്. അതേസമയം കാസർഗോഡ് ജില്ലയിൽ കടലാക്രമണം രൂക്ഷമാണ്. തൃക്കണ്ണാട് കടപ്പുറത്ത് നിരവധി വീടുകൾ ഇതിനോടകം തന്നെ കടൽ എടുത്തു കഴിഞ്ഞു. നിരവധി വീടുകൾ ഏത് സമയത്തും കടലെടുത്തേക്കാമെന്ന ആശങ്കയിലുമാണ്. മിക്കയിടങ്ങളിലും കടൽ ഭിത്തി ഇല്ലാത്തതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമാകുന്നത്. ഉയർന്ന തിരമാല ജാഗ്രതാ നിർദ്ദേശവും ഈ മേഖലകളിൽ നൽകിയിട്ടുണ്ട്. അതേസമയം മലയോര മേഖലകളിലും അതീവ ജാഗ്രത തന്നെയാണ് തുടരുന്നത്. ഇവിടങ്ങളിലെല്ലാം അതിതീവ്രമായ മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്നാണ്
അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നുമാണ് പറയുന്നത്. കാസർഗോഡ് നിന്ന് KV ബൈജുവിന്റെ റിപ്പോർട്ടിലേക്കാണ് ഇനി. കാസർഗോഡ് ജില്ലയിൽ ഇന്നും മഴ ശക്തമാണ്. ഏറ്റവും വലിയ പ്രതിസന്ധി നേരിടുന്നത് തീരപ്രദേശങ്ങളിലാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃക്കണ്ണാട് കടപ്പുറത്താണ്. ഇവിടെ നിരവധി വീടുകളാണ് ഇത്തരത്തിൽ കടലെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോഴും നിരവധി വീടുകൾ അപകട ഭീഷണിയിലാണ്. കടലിന്റെ വലിയ രൗദ്രഭാവം തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അത്തരത്തിൽ വലിയ തിരമാലകളാണ് തീരത്തോട് ചേർന്ന് വരുന്നത്. ഇത് സംസ്ഥാന പാതയിൽ, അതായത് കാഞ്ഞങ്ങാട് ചന്ദ്രഗിരി പാലം വഴിയുള്ള സംസ്ഥാന പാതയിൽ അതിന് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു തീരപ്രദേശം കൂടിയാണ്. വീടുകൾക്ക് മാത്രമല്ല, ഈ സംസ്ഥാന പാതയ്ക്ക് തന്നെ വലിയ ഭീഷണിയാണ് ഇവിടെ ഈ കടലിന്റെ കടലാക്രമണം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പ്രധാനമായും ഈ പ്രദേശത്ത് 2000-ഓളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. എന്തായാലും നമുക്കൊപ്പം ഈ പ്രദേശവാസി കൂടിയായ ഒരാൾ കൂടി ചേരുന്നു. സുരേന്ദ്രനാണ് ചേരുന്നത്. അദ്ദേഹം കുറുമ്പ ഭഗവതി ക്ഷേത്ര പ്രസിഡന്റ് കൂടിയാണ്. സുരേന്ദ്രൻ, നിലവിൽ എന്താണ് നിലവിലൊരു അവസ്ഥ? നിലവിലെ കടൽ വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ ആയിട്ട് ഒരു 10 മീറ്ററിന്റെ ഡിഫറൻസേ ഉള്ളൂ. ചില ചെറുമല ഏരിയകൾ 5 മീറ്ററിന്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ കടലാണെങ്കിൽ മഴക്കാലം കഴിഞ്ഞപ്പോൾ ഒരാഴ്ചയായിട്ട് കടൽ ക്ഷോഭം വളരെ കൂടിയിരിക്കും. കാരണം കടൽ മഴ കൂടിയതുകൊണ്ടാണ്. അപ്പോൾ തീരദേശവാസികൾ വളരെ കഷ്ടപ്പെടും. കഴിഞ്ഞ 2 മാസമായിട്ട് മത്സ്യബന്ധനമായ ഒരു പ്രവൃത്തി ഇവിടെ ഇല്ല. കാരണം വളരെ കഷ്ടത്തിലാണ് കഴിയുന്നത്. അതിനനുസരിച്ച് മുമ്പ് വളരെ വീടുകളും ബിൽഡിങ്ങുകളും തകർന്നിരുന്നു. അത് ഈ വർഷം കൂടി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. കടൽ കൂടുതലാണ് ഇപ്പോൾ കാണുന്നത്. കൂടാതെ തൃക്കണ്ണാട് ക്ഷേത്രത്തിൻ്റെ കർക്കിടകം ആയിരക്കണക്കിന് ആൾ വരേണ്ട സമയമാണ് അടുത്ത മാസം 3-ാം തീയതി. അതിനുള്ള സൗകര്യം തന്നെ ഉണ്ടാവുമോ എന്നൊരു സംശയമാണ്. കടലാണെങ്കിൽ വളരെ വളരെ അടുത്തുകൊണ്ടിരിക്കുന്നത്. അധികാരികൾ ഇന്നുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. കലക്ടറേറ്റിൽ പോയി അവിടെ പറഞ്ഞാൽ എല്ലാ വർഷം തോറും കലക്ടർ മുതൽ മന്ത്രി, MP, MLA എല്ലാവരും ഇങ്ങനെ വാക്ക് തരുന്നില്ലാതെ ഇന്ന് വരെ ഒരു ശാശ്വതമായ ഒരു പരിഹാരം കണ്ടിട്ടില്ല. അതാണ് ഏതായാലും ഇവിടുത്തെ ഏറ്റവും വലിയ പരാതി. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്താൻ അധികാരിയുടെ ഭാഗത്തു നിന്നും യാതൊരു നീക്കവും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ്. ഏതായാലും ഈ പ്രദേശത്ത് നിരവധി വീടുകളാണ് ഇത്തരത്തിൽ അപകട ഭീഷണിയിലുള്ളത്. നിരവധി വീടുകൾ ഇതിനോടകം തന്നെ കടലെടുത്തിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. എന്തായാലും കാസർഗോഡ് ജില്ലയിൽ ഇന്നും അതിശക്തമായ മഴ മുന്നറിയിപ്പാണുള്ളത്. മലയോര മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചൽ സാധ്യത നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലുള്ളവർ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജമാണെങ്കിലും പലരും അവരുടെ ബന്ധുവീടുകളിലേക്കാണ് ഇത്തരത്തിൽ മാറുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും വരും മണിക്കൂറുകളിലും അതിശക്തമായ മഴ മുന്നറിയിപ്പ് തന്നെയാണ് കാസർഗോഡ് ജില്ലയിലുള്ളത്. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. കാസർഗോഡ് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് ഉള്ളത്. അതേസമയം ഇപ്പോൾ റെഡ് അലർട്ടാണ് കാസർഗോഡ് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത്. കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതിനെ തുടർന്ന് കാസർഗോഡ് തേജസ്വിനി പുഴ കരകവിഞ്ഞ് ഒഴുകുകയാണ്. കാര്യങ്കോട്ടും പോടോത്തുരുത്തിലും ഉൾപ്പെടെ നിരവധി വീടുകളിൽ ഇപ്പോൾ വെള്ളം കയറിയിട്ടുണ്ട്. 12 കുടുംബങ്ങളെ നിലവിൽ ബന്ധുവീടുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഓറഞ്ച് അലർട്ടാണ് എറണാകുളത്തുള്ളത്. ഈ എറണാകുളത്ത് മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. വെള്ളക്കെട്ടുകൾ മാറി തുടങ്ങിയിട്ടുണ്ട്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, എറണാകുളത്ത് മഴയ്ക്ക് ശമനമുണ്ട് എന്നതുകൊണ്ട് തന്നെ വെള്ളക്കെട്ടുകൾ ഉൾപ്പെടെ മാറുന്നു എന്നതാണ് സാഹചര്യം. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, മഴയ്ക്ക് കാര്യമായ രീതിയിൽ തന്നെ എറണാകുളത്ത് ശമനമുണ്ടായി. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മഴ പെയ്തുവെങ്കിലും അത് ഇടവിട്ട് പെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസം വലിയ രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഇന്നേക്ക് വരുമ്പോഴേക്കും ഏതാണ്ട് പൂർണ്ണമായൊരു വെയിൽ പരക്കുന്ന രീതിയിലേക്ക് അന്തരീക്ഷം മാറിയിട്ടുണ്ട്.
മഴ വളരെ കുറവ് തന്നെയാണ്. എങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പെയ്തുകൊണ്ടിരിക്കുന്ന മഴ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഈ ദിവസങ്ങളിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. 71ഓളം വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. 2 വീടുകൾ പൂർണ്ണമായും തകരുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ഈ മഴ തുടർച്ചയായി കിട്ടിയതുകൊണ്ട് പലയിടങ്ങളിലും ഉണ്ടാകുന്ന കൂടുതൽ വിഷയങ്ങൾ ജില്ലയുടെ കിഴക്കൻ മേഖലയിലേക്ക് വരുമ്പോഴാണ്. പലയിടത്തും മണ്ണിടിച്ചിൽ ഭീഷണി അടക്കം നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിലേക്ക് പള്ളിക്കരയിൽ കുന്ന് ഇടിഞ്ഞു വീണ വീടിന് സാരമായ രീതിയിൽ തന്നെ കേടുപാടുകൾ സംഭവിച്ചു. അതോടൊപ്പം തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കാറ്റ്. ഈ കാറ്റിലെ മരങ്ങൾ ഒടിഞ്ഞു വീണാണ് പല വീടുകൾക്കും ഈ ഭാഗിക കേടുപാടുകൾ സംഭവിച്ച വീടുകൾ കൂടുതൽ വീടുകളുടെ മുകളിലേക്കും മരം ഒടിഞ്ഞു വീണാണ് അപകടങ്ങൾ ഉണ്ടായത്. നെടുമ്പാശ്ശേരിയിൽ കാറിന് മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണും അപകടം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ അത്തരം ഒരു അപകടങ്ങളാണ് കൂടുതലായിട്ട് തന്നെ സംഭവിച്ചിട്ടുള്ളത്. മറ്റൊന്ന് പെരിയാറിലെ ജലവിധാനമാണ്. പെരിയാറിലെ ജലവിധാനം ആശങ്കപ്പെടുത്തുന്ന നിലയിലേക്ക് ഈ അടുത്ത ദിവസങ്ങളിൽ ഒന്നും തന്നെ മാറിയിട്ടില്ല എന്നത് വലിയ ആശ്വാസകരം തന്നെയാണെങ്കിലും പെരിയാറിൽ ജലനിരപ്പ് ഏതാണ്ട് ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ അത് ആശങ്കപ്പെടുത്തുന്നതല്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം കിഴക്കൻ മേഖലയിൽ ഇടുക്കിയിലടക്കം പെയ്യുന്ന വെള്ളം, മഴവെള്ളം അത് കൂടുതലായിട്ട് ഇരച്ചെത്തുന്നത് ഈ പെരിയാറിലേക്കാണ്. ഒപ്പം ഭൂതത്താൻ അണക്കെട്ടിന്റെ 15 ഷട്ടറുകളും തുറന്നു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നീരൊഴുക്ക് പെരിയാറിലേക്ക് ശക്തമാണെങ്കിലും ആശങ്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടില്ല എന്നതാണ്. പറവൂരിൽ മാത്രമാണ് ഒരു ക്യാമ്പ് തുറക്കേണ്ടി വന്നിരുന്നത്. അത് ഒരു ദിവസം മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ജലനിരപ്പ് താഴ്ന്നപ്പോൾ കുടുംബങ്ങളെ 54 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. അവരെ വീടുകളിലേക്ക് തിരിച്ചു പോന്നിരുന്നു. മറ്റിടങ്ങളിൽ വലിയ രീതിയിലുള്ളൊരു പ്രശ്നങ്ങൾ സംഭവിക്കുന്നില്ല. നഗരത്തിനകത്ത് ഇതുവരെയും കാര്യമായ രീതിയിൽ എവിടെയും വെള്ളക്കെട്ട് രൂപപ്പെട്ടില്ല എന്നത് വലിയൊരു ആശ്വാസം തന്നെയാണ്. മൺസൂണിന്റെ തുടക്കത്തിൽ പെട്ടെന്നുണ്ടായ അതിശക്തമായ മഴയിൽ ഇവിടെ നഗരത്തിൽ പല ഭാഗങ്ങളിലും തന്നെ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു കാര്യമായ വിഷയങ്ങൾ ഈ ദിവസങ്ങളിൽ വന്നിട്ടില്ല എന്നത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. തീരമേഖലയിൽ വലിയ രീതിയിൽ വിഷയങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് തന്നെ ഉണ്ടായിരുന്നതാണ്. അതിന്റെ ഒരു തുടർച്ച തന്നെ ഇപ്പോഴുമുണ്ട്. പ്രത്യേകിച്ച് കണ്ണമാലിയിലും ഇടവനക്കാടുമെല്ലാം കടലാക്രമണം രൂക്ഷമായിട്ട് തന്നെ തുടരുന്നുണ്ട്. അവിടെ ജിയോ ബാഗ് സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കടലാക്രമണം തടയുവാനുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഈ രീതിയിലാണ് ജില്ലയുടെ ഈ ഒരു മഴച്ചിത്രം എന്ന് പറയുന്നത്. ഈ ദിവസങ്ങളിൽ ഇങ്ങനെയാണ്. ഇപ്പോൾ മഴ മാറി നിൽക്കുന്നു എന്നതിന്റെ വലിയൊരു ആശ്വാസം ജില്ലയിലുണ്ട്. അഭിലാഷ്, റൈറ്റ്. ഇതാണ് എറണാകുളത്തെ സാഹചര്യം. മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വടക്കൻ ജില്ലകളിലാണ് കൂടുതലും മഴ ശക്തമായിട്ടുള്ളത്. കാര്യം നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. എറണാകുളത്തേക്ക് വരുമ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്. അതേസമയം കണ്ണൂരിൽ 4 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നത്. 25 പേരെയാണ് ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുള്ളത്. കണ്ണൂർ, തലശ്ശേരി താലൂക്കുകളിൽ ആണ് 2 വീതം ക്യാമ്പുകൾ തുറന്നത്. താലൂക്ക് കേന്ദ്രങ്ങളിൽ കൺട്രോൾ റൂമുകളും ആരംഭിച്ചിട്ടുണ്ട്. മലപ്പുറം ജില്ലയിലും ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. പുന്നപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നു. മുപ്പിനിപ്പാലത്തിന് മുകളിലൂടെ ഒഴുകിയ വെള്ളം താഴ്ന്നുവെങ്കിലും പാലത്തിന്റെ കൈവരി തകർന്ന സാഹചര്യമാണുള്ളത്. തമിഴ്നാടിന്റെ ഭാഗമായ നീലഗിരി മലകളിൽ മഴ കുറഞ്ഞതും പുഴകളിൽ വെള്ളം കുറയാൻ കാരണമായിട്ടുണ്ട്. വീടുകൾക്ക് മീതെയുള്ള മണ്ണിടിച്ചിൽ ഭീഷണിക്ക് പരിഹാരം തേടി പോത്തുകല്ല് പഞ്ചായത്ത് ഓഫീസിൽ സമരവുമായി എത്തിയ ആദിവാസി കുടുംബങ്ങൾ രാത്രിയും ആ പ്രതിഷേധം തുടർന്നു. നാരങ്ങാപ്പൊയിൽ കോളനിക്ക് പിറകുവശത്തെ കുന്നാണ് 5 കുടുംബങ്ങൾക്ക് ഭീഷണിയായി മാറിയിട്ടുള്ളത്. ഇങ്ങനെ ആദിവാസി